വേദപുസ്തകത്തിൽ കാണുന്ന പുതിയ നിയമസഭയും ഇന്ന് നമ്മൾ കാണുന്ന ക്രിസ്തീയ സഭയും തമ്മിലൊരു താരതമ്യം നമുക്കൊന്ന് ചെയ്തു നോക്കാം. എ കമ്പാരിസൺ ബിറ്റ്വീൻ ദ ന്യൂ ടെസ്റ്റ്മെന്റ് ചർച്ച് ആൻഡ് ടുഡേസ് ചർച്ച്. വേദപുസ്തകം നമ്മൾ വായിക്കുമ്പോൾ പ്രത്യേകിച്ച് അപ്പോസ്തല പ്രവൃത്തിയിൽ 2-ാം അധ്യായം മുതലാണ് പുതിയ നിയമസഭ എങ്ങനെ തുടങ്ങി. പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് വന്ന് എല്ലാവരെയും നിറച്ചു കഴിഞ്ഞപ്പോൾ അവിടെ മുതലാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി തുടങ്ങുന്നതും. ആദ്യത്തെ സുവിശേഷ പ്രസംഗം, പുതിയ നിയമസഭയുടെ ഉദ്ഘാടന പ്രസംഗം അപ്പോസ്തലനായ പത്രോസ് എഴുന്നേറ്റ് പ്രസംഗിച്ചപ്പോൾ ഹൃദയത്തിൽ കുത്തുകൊണ്ടിട്ട് ഇങ്ങോട്ട് വന്ന് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ച് 3000 പേര് അന്ന് സ്നാനപ്പെട്ട് സഭയോട് ചേർന്നു, അല്ലെങ്കിൽ അവരോട് ചേർന്നു എന്ന് പറയുമ്പോൾ അന്ന് 120 പേരെ ഉള്ളായിരുന്നു. അവരുടെ കൂടെ 3000 പേരും കൂടെ ചേർന്നു. അങ്ങനെയാണ് പുതിയ നിയമസഭ ആരംഭിക്കുന്നത്. അതുമുതലുള്ള ചരിത്രം നമുക്ക് വേദപുസ്തകത്തിൽ അത്യാവശ്യം വേണ്ടുന്ന വിവരങ്ങളൊക്കെ അവിടെയുണ്ട്. എങ്ങനെയായിരുന്നു ഒരു സഭയിൽ എന്തൊക്കെ നടന്നു, ആരൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്, ആ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇന്ന് നമ്മളും ഒക്കെ തന്നെ ഏതെങ്കിലും സഭയുടെ ഭാഗമാണ്. പക്ഷേ വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്ന ആ പുതിയ നിയമസഭയുടെ ഒരു രീതിയാണോ ഇന്ന് നമ്മുടെ സഭകളിൽ നമ്മൾ പാലിച്ചാചരിച്ച് വരുന്നതെന്നൊന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. ഇന്നത്തെ ദൈവസഭയും പുതിയ നിയമസഭയും ഏതൊക്കെ മേഖലയിലാണ്, അന്ന് എങ്ങനെയായിരുന്നു, ഇന്ന് നാം എങ്ങനെയായിരിക്കുന്നു നമ്മൾ നോക്കാം. ഒന്ന്, ലൊക്കേഷൻ. അന്ന് പുതിയ നിയമസഭ വീടുകളിൽ നിന്ന് വീടുകളിലാണ് മാറി മാറി കൂടിക്കൊണ്ടിരുന്നത്. ഇന്ന് സഭയ്ക്ക് വേണ്ടി പണിത കെട്ടിടങ്ങളിൽ, ഒരു കെട്ടിടത്തിൽ കൂടുന്ന ഒരു കൂട്ടായ്മ യോഗം അല്ലെങ്കിൽ ഒരു മീറ്റിംഗ്, അതാണ് ഇന്നത്തെ സഭ. ഞായറാഴ്ച കൂടുന്ന സഭായോഗം അല്ലെങ്കിൽ ഞായറാഴ്ച കൂടുന്ന പള്ളി ആരാധന, അതാണ് സഭ. അപ്പൊ ആ കെട്ടിടത്തിനാണ് പ്രാധാന്യം. 2, വലിപ്പം, സൈസ് ഓഫ് ഗ്രൂപ്പ്സ്. എത്ര വലുതായിരുന്നു സഭ. അന്നത്തെ പുതിയ നിയമസഭ ചെറുതായിരുന്നു, സ്മോൾ ഇന്റിമേറ്റ് ഗ്രൂപ്പ്സ്. വളരെ ഇഴയടുപ്പമുള്ള, നല്ല അടുപ്പമുള്ള ബന്ധങ്ങളായിരുന്നു സഭയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നത്. ഇന്നോ ലാർജ് സഭകളൊക്കെ ഇന്ന് വളരെ വലുതാണ്, മെഗാ ചർച്ചുകളൊക്കെ ഇന്ന് ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ ഇംപേഴ്സണൽ ഗ്രൂപ്പ്സ്, അന്യോന്യം ബന്ധങ്ങളില്ല. 3, അന്നത്തെ സഭയുടെ ആക്ടിവിറ്റീസ്. അന്ന് ഡെയിലി ഫെലോഷിപ്പ്, അവർ ദിവസം പ്രതി അല്ലെങ്കിൽ ദിനം പ്രതി കൂടി വന്നു, വീടുകളിൽ കൂടി വന്നു എന്നൊക്കെയാണ്. അപ്പം അന്ന് ഏകദേശം എല്ലാ ദിവസവും ദൈവസഭ ആക്റ്റീവായിരുന്നു. പക്ഷെ ഇന്നോ ഒരു ഞായറാഴ്ച ആരാധന ഉണ്ട്, സഭയുടെ പരിപാടിയൊക്കെ തീർന്നു. അടുത്തത്, ഒരു സപ്പോർട്ട് സിസ്റ്റം, ബിൽഡിംഗ് അപ്പ് വൺ അനദർ. അന്യോന്യം ധൈര്യപ്പെടുത്തി, അന്യോന്യം ഉത്സാഹിപ്പിച്ചു, അന്യോന്യം സഹായിച്ചു, അന്യോന്യം സ്നേഹിച്ചു, അന്യോന്യം ക്ഷമിച്ചു, അന്യോന്യം ആത്മീയവർദ്ധന ഉണ്ടാക്കി, അന്യോന്യം അക്കൗണ്ടബിൾ ആയിരുന്നു. എല്ലാവരും അന്യോന്യം ഉത്തരവാദിത്വമുള്ളവരായിരുന്നു. ഇന്നോ ആർക്കും ഒരു ഉത്തരവാദിത്വമില്ല, ആർക്കും ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ല, ഒരു കമ്മിറ്റ്മെന്റും ഇല്ല. എന്താണ് ഇന്നത്തെ സഭകൾ കേൾക്കുന്നത്? യു ഹാവ് എ പ്രോബ്ലം, സീ ദ പാസ്റ്റർ. ഒരു പ്രശ്നമുണ്ടോ, പാസ്റ്റർ വിളിക്കുക. നമ്മൾ വേദപുസ്തകത്തിലെ പുതിയ നിയമസഭയിൽ നിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ പാസ്റ്ററെ വിളിക്കാന്ന് അങ്ങനെ ഒരു പരിപാടിയില്ല. ഹെൽപ്പിംഗ് വൺ അനദർ, അന്യോന്യം സഹായിക്കുന്നത്. ആരും ഒന്നും തങ്ങളുടേതെന്ന് പറഞ്ഞില്ല, എല്ലാം പൊതുവായി എണ്ണി ഒരു കാലത്ത് എല്ലാം വിറ്റുപറക്കിക്കൊണ്ട് അപ്പോസ്തലന്മാരുടെ കാലിൽ വെച്ച് അത് ആവശ്യമുള്ളവർക്കെല്ലാം പങ്കിട്ടു കൊടുക്കുന്ന ഒരു ലെവൽ വരെ പോയി. അതിൻ്റെ അർത്ഥം എപ്പോഴും അന്യോന്യം സഹായിക്കുന്ന ഒരു കൂട്ടമായിരുന്നു ദൈവസഭ. ഇന്നോ വളരെ റിമോട്ട്, വളരെ ലിറ്റിൽ ട്രാൻസ്പെറൻസി, ഒട്ടും ഒരു സുതാര്യമല്ല ഇന്നത്തെ സഭയിലെ അവസ്ഥ. ഇനി ശിഷ്യത്വം, അതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അന്ന് ക്രിസ്ത്യാനികൾ എന്നല്ല അവരെ വിളിച്ചിരുന്നത്, വിശ്വാസികളൊന്നുമല്ല, ശിഷ്യന്മാരെന്നാണ് വിളിച്ചിരുന്നത്. അന്ത്യോക്യയിൽ വെച്ച് അവർക്ക് ക്രിസ്ത്യാനികളിൽ നിന്ന് പേര് കിട്ടി. പക്ഷെ അതുവരെയും വേദപുസ്തകത്തിൽ പറയുന്ന ശിഷ്യന്മാരുടെ എണ്ണം പെരുകി, ശിഷ്യന്മാരുടെ കൂട്ടം, അല്ലേ? അപ്പം ശിഷ്യത്വത്തിനായിരുന്നു പ്രാധാന്യം. പക്ഷെ ആ ശിഷ്യത്വം മൗത്ത് ടു ഇയർ മോഡലിംഗ് എന്ന് പറയും. ഒരാൾ പറഞ്ഞ് പഠിപ്പിച്ച് ശിഷ്യരാക്കുക, അല്ലെങ്കിൽ പേഴ്സണലി ദേ വർ ഷേപ്ഡ്, അല്ലേ? ഒരാളെ ശിഷ്യനാക്കി എടുക്കുന്ന ഒരു രീതിയായിരുന്നു. ഇന്നോ ശിഷ്യത്വം എന്ന് പറഞ്ഞാൽ ഉടൻ ഡിസൈപ്പിൾഷിപ്പ് ക്ലാസ്സുകൾ, ഡിസൈപ്പിൾഷിപ്പ് സെമിനാറുകൾ, നോട്ട് ബുക്കുകൾ. പക്ഷേ ഈ മോഡലിംഗ് ഇല്ല. ഒരു ശിഷ്യനാകണമെങ്കിൽ ഒരു ഗുരു വേണം അവിടെ. ഇന്ന് ആരാ അതിനകത്ത് ഗുരുക്കന്മാരെ കാണാനില്ല. ഇന്ന് എല്ലാവരും ഓടി കിടന്ന് ഡിസൈപ്പിൾ ചെയ്യാണ്. പക്ഷേ ഒരു അനുകരിക്കാൻ കൊള്ളാവുന്ന മാതൃക ഉണ്ടെങ്കിൽ, നമ്മളൊന്നും പഠിപ്പിച്ചില്ലെങ്കിലും
ജനങ്ങൾ അനുകരിക്കും. ഒരു നല്ല ഗുരുവിനെ കണ്ടാൽ മറ്റുള്ളവർ അദ്ദേഹത്തെ അനുകരിക്കാൻ ശ്രമിക്കും. അപ്പോഴാണ് ആ അനുകരിക്കുന്നവരെ നമ്മൾ ശിഷ്യന്മാരെന്ന് പറയുന്നത്. പക്ഷെ ഇന്നങ്ങനെ അനുകരിക്കാൻ തക്ക ഗുരുക്കന്മാർ അല്ലെങ്കിൽ ടീച്ചേഴ്സ് ഇന്ന് ഇല്ല എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. അടുത്തത്, അന്നത്തെ പുതിയ നിയമസഭയിലെ നേതൃത്വത്തിന്റെ ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് എവ്രി ബിലീവർ ടു ബി എക്വിപ്ഡ് ടു ഡു ദ വർക്ക് ഓഫ് ദി മിനിസ്ട്രി. എല്ലാ ശുശ്രൂഷയ്ക്കായും സഭയിലെ ജനങ്ങളെ സജ്ജമാക്കുക എന്നൊരു വലിയ ഒരു ഉത്തരവാദിത്വം അന്ന് സഭയ്ക്കുണ്ടായിരുന്നു. എല്ലാവർക്കും എന്തെങ്കിലും കൃപ ദൈവം കൊടുത്തിട്ടുണ്ട്, എല്ലാവരെയും ദൈവം വിളിച്ചിട്ടുണ്ട്, ഒരു വിളി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ വിളിയിലേക്ക് അവരെ ശുശ്രൂഷയ്ക്കായിട്ട് സജ്ജമാക്കുക എന്നൊരു റോളാണ് അന്നത്തെ ലീഡേഴ്സിനുണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഒരു പ്രോഗ്രാം ബേസ്ഡ് ഡിസൈൻ, അതാണ് ഇന്നത്തെ കാര്യം. അന്നത്തെ സഭയുടെ പ്രാർത്ഥനാ ജീവിതവും മണിക്കൂറുകൾ വളരെ ഊന്നൽ കൊടുത്തിരുന്നു പ്രാർത്ഥനയ്ക്കും പ്രാർത്ഥനാ ജീവിതത്തിനും. ഒരു പ്രശ്നം വന്നാൽ എല്ലാവരും കൂടി വന്ന് പ്രാർത്ഥിക്കും. അതായിരുന്നു അന്നത്തെ രീതി. ഇന്നോ ദാറ്റ്സ് യുവർ ഇൻഡിവിജ്വൽ ചോയ്സ്, നിങ്ങളുടെ വ്യക്തിപരമായ താല്പര്യവും തീരുമാനമാണ്. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ പ്രാർത്ഥിക്കണമെന്ന് പോലും ഒന്നും പറയുന്നില്ല, അല്ലെങ്കിൽ വളരെ ലിമിറ്റഡ് എംഫസിസ് ഓൺ പ്രയർ. പ്രാർത്ഥനയുടെ കാര്യത്തിൽ വളരെ കുറച്ച് ഊന്നൽ മാത്രമേ ഇന്ന് സഭകളിൽ കൊടുക്കുന്നുള്ളൂ. ഇനി ഈ ഇടയന്മാരുടെ ഡ്യൂട്ടിയോ, ഈ പാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞൊരു കൂട്ടരുണ്ടല്ലോ, ഇന്നത്തെ സഭയിൽ അത് ഒത്തിരി കാണുന്നു. എല്ലാം ഈ പാസ്റ്ററെ ബന്ധപ്പെടുത്തിയാണ്, പാസ്റ്റർക്ക് ചുറ്റുമാണ് കാര്യങ്ങളെല്ലാം. പക്ഷെ പുതിയ നിയമസഭയിൽ അങ്ങനെയല്ല, മൂപ്പന്മാരാണ് സഭയുടെ കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത്. ഇന്ന് അങ്ങനെയുള്ള പാസ്റ്റേഴ്സിന്റെ കാര്യത്തിൽ മോഡൽ ദ ലൈഫ് ഓഫ് എ ബിലീവർ, ഒരു വിശ്വാസിയുടെ ജീവിതത്തെ ഈ പറഞ്ഞ പോലെ പണിതെടുക്കുക, അതാണ് ഒരു പാസ്റ്ററിന്റെ ഡ്യൂട്ടി. പക്ഷെ ഇന്നത്തെ ഒരു പാസ്റ്ററിന്റെ ഡ്യൂട്ടി പ്രീച്ച് ഗുഡ് സെർമൻസ്, നല്ല പ്രസംഗങ്ങൾ പ്രസംഗിക്കുക. ഞായറാഴ്ച വന്ന് നല്ലൊരു പ്രസംഗം വെച്ച് കാച്ചുക, അത്രയേ ഉള്ളൂ. ഒരു നല്ല പ്രസംഗം ഞായറാഴ്ച പാസ്റ്റർ പ്രസംഗിച്ചാൽ നല്ല പാസ്റ്റർ. പക്ഷേ ആ പാസ്റ്റർ ഒരു മാതൃകയായിരിക്കണമെന്നോ എല്ലാവരെയും ക്രിസ്തുവിനെ പോലെ ആക്കി തീർക്കണമെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആരും പ്രതീക്ഷിക്കുന്ന പോലുമില്ല. ഇനി ഈ സഭയിലുള്ള അംഗങ്ങളെക്കുറിച്ചുള്ളൊരു പ്രതീക്ഷ എന്താണെന്ന് ചോദിച്ചാൽ, അന്ന് ദേ വർ ഓൾ മിനിസ്റ്ററിങ് ടു അതേഴ്സ്, അന്യോന്യം ശുശ്രൂഷിക്കുന്നവരായിരുന്നു. അവരെല്ലാവരും ടോട്ടൽ സെർവൻഹുഡ്, അവരെല്ലാവരും ശുശ്രൂഷിക്കും. എങ്ങനെ? ഏറ്റവും ഒരു ദാസന്റെ വേഷമണിഞ്ഞാണ് എല്ലാവരും ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നത്. കാര്യവിചാരകത്വം, സ്റ്റുവർഡ്ഷിപ്പ് അന്ന് ഒത്തിരി ദൈവസഭയിലുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഒരു ദൈവസഭയിൽ പ്രതീക്ഷിക്കുന്നത് അറ്റൻഡൻസ്, ഞായറാഴ്ച വന്നിവിടെ വരവ് വയ്ക്കണം, അത്രയേ ഉള്ളൂ. കൃത്യമായിട്ട് ഉള്ള ദശാംശവും സ്വതന്ത്രാഴ്ചയൊക്കെ തന്നിട്ട് പോകണം. പിന്നെ എന്തെങ്കിലും കാര്യപരിപാടിയിൽ നിങ്ങളെ സഭ ഏൽപ്പിക്കുകയാണെങ്കിൽ നിങ്ങളത് ചെയ്തിട്ട് പോയിക്കണം. ഉദാഹരണത്തിന് ഇപ്പോൾ കൊയറി വന്ന് പാട്ട് പാടണം, സൺഡേ സ്കൂളിൽ പഠിപ്പിക്കണം, അല്ലെങ്കിൽ സഭയുടെ കണക്കുകളൊക്കെ വരവേലൊക്കെ എഴുതി ഒരു ട്രഷററിന് ഒരാളത് ചെയ്യണം. ഇങ്ങനെ ചില മിനിമം കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതായത് ഒരു സഭയിലെ ഒരു 10 മുതൽ 20% ആൾക്കാർ ഒരു ശുശ്രൂഷകളിൽ ഒന്നിലും പങ്കെടുക്കുന്നില്ല. ബാക്കി ഒരു 80% ആൾക്കാർ വെറും കാഴ്ചക്കാരായി, കാണികളായി അവരിങ്ങനെ വന്ന് ഇരുന്നിട്ട് പോവുക. അതാണ് സഭകൾക്ക് ഇഷ്ടം. അവർ വന്നിരുന്ന് തന്നാൽ മതി, ഉള്ളത് തന്നിട്ട് പൊയ്ക്കോണം, അത്രയേ ഉള്ളൂ, പറഞ്ഞാൽ കേട്ടോണം, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇവിടെ വന്ന് ഒന്നും ചെയ്യാനൊന്നുമില്ല, അതൊക്കെ ഞങ്ങൾ ചെയ്തോളാം എന്നൊരു രീതിയാണ് ഇന്നത്തെ സഭകൾ നമ്മൾ കാണുന്നത്. അന്നത്തെ ഒരു പെർസ്പെക്റ്റീവ് സ്മോൾ ഗ്രൂപ്പ്സ്, ഭവനങ്ങളിൽ ചെറിയ കൂട്ടങ്ങൾ, അതിനായിരുന്നു പ്രാധാന്യം കൊടുത്തിരുന്നത്. പക്ഷെ ഇന്ന് ഞായറാഴ്ച കൂടി വരുന്ന കോൺഗ്രിഗേഷൻ, ഞങ്ങൾക്ക് 5000 പേരുണ്ട്, ഞങ്ങൾക്ക് 10000 പേരുണ്ട്, ഞായറാഴ്ച കൂടി വരുന്ന വലിയ ആൾക്കൂട്ടത്തിനാണ് ഊന്നൽ കൊടുക്കുന്നത്, ചെറിയ കൂട്ടങ്ങൾക്കല്ല. അന്ന് സ്ഥിരമായി കേട്ടിരുന്ന ഒരു വാചകമാണ് ഗോ ആൻഡ് മേക്ക് ഡിസൈപ്പിൾസ്, പോയി ശിഷ്യരെ ഉണ്ടാക്കുക. ഇന്ന് അങ്ങനെ ഒരു വാക്ക് പറയുന്നേ ഇല്ല. ഒരു പാസ്റ്റർ സഭയെ നോക്കിയിട്ട് നിങ്ങളെല്ലാം പോയി ശിഷ്യരെ ഉണ്ടാക്കണം എന്ന് ആരും ഇന്ന് പറഞ്ഞ് കേൾക്കുന്നില്ല. പകരം കം ഗ്രോ വിത്ത് us, വരിക, ഞങ്ങളോടൊപ്പം ചേർന്ന് വളരുക, അത് മാത്രമേ ഉള്ളൂ. അന്നത്തെ ദൈവവചനം അവരവരുടെ വ്യക്തി ജീവിതത്തിനും അന്യോന്യമുള്ള ബന്ധങ്ങൾക്കും വചനം ഉപയോഗിച്ചുകൊണ്ടിരുന്നു. വ്യക്തി ജീവിതം എന്ന് പറയുമ്പോൾ അവരവരുടെ ആവശ്യങ്ങൾക്ക് വചനപ്രകാരം അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ബന്ധങ്ങളിൽ വചനപ്രകാരം സ്നേഹിച്ചിരുന്നു, ക്ഷമിച്ചിരുന്നു, അല്ലേ? അപ്പം വചനമെല്ലാം ബന്ധങ്ങളിൽ അവർ ഉപയോഗിച്ചിരുന്നു. വചനം അവരുടെ വ്യക്തി ജീവിതത്തിൽ അവർ പ്രായോഗിക തലത്തിൽ അവരത് അനുഷ്ഠിച്ചിരുന്നു. ഇന്നോ സഭയുടെ വിശ്വാസ പ്രമാണങ്ങളിൽ വിശ്വസിക്കുക, അത്രമാത്രമേ ഉള്ളൂ. നിങ്ങളുടെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റെടുക്കണമെന്നില്ല. ബന്ധങ്ങളിൽ ഈ വചനമൊന്നും കൊണ്ടുവരണ്ട. ഈ വചനം ഞങ്ങളുടെ വിശ്വാസ പ്രമാണം നിങ്ങൾ വിശ്വസിച്ചാൽ മാത്രം മതി. കൃപാവരങ്ങൾ, അന്ന് ദൈവം കൊടുത്ത കൃപാവരങ്ങളെ കൊണ്ട് അന്യോന്യം അവർ ശുശ്രൂഷിച്ചിരുന്നു. ഇന്നോ കൃപാവരങ്ങൾ ഉള്ള ഒരു സ്റ്റേജിൽ മാത്രം അഭിഷിക്തർ എന്നൊരു കൂട്ടർ എപ്പോഴും സ്റ്റേജിൽ വന്ന് എന്തെങ്കിലും കാര്യം സാധിക്കണമെങ്കിൽ, ഒരു രോഗിയാണെങ്കിൽ കൃപാവരപ്രാപ്തരായ അഭിഷിക്തരെടുത്ത് വന്ന് പ്രാർത്ഥിച്ചു പോയിക്കോണം.
വേറെ അവിടെ ഇരിക്കുന്നവർക്ക്, സഭയിൽ ഇരിക്കുന്നവർക്ക് ആർക്കും ഒരു വരവും ഇല്ല, കൃപയില്ല, ഒന്നുമില്ല. അങ്ങനെയാണ്. അന്നത്തെ താല്പര്യം ദൈവരാജ്യം വർദ്ധിക്കുക, ഐക്യപ്പെടുക, ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയിൽ അംഗങ്ങളായി പരിവർത്തിക്കുക. ഇന്നോ സഭ വളർത്തുക, പ്രസ്ഥാനത്തെ വളർത്തുക, ഒരു ബ്രാൻഡ് വളർത്തുക, ഇങ്ങനെയൊക്കെയാണ്. അന്ന് ഇതെങ്ങനെ ഇവാലുവേറ്റ് ചെയ്തെന്ന് ചോദിച്ചാൽ, ഹൗ യു സെർവ്, നിങ്ങൾ എങ്ങനെ ശുശ്രൂഷിക്കുന്നു, അന്യോന്യം എങ്ങനെ നിങ്ങൾ അന്യോന്യം സേവിക്കുന്നു, അതാണ് അന്ന് എല്ലാവരും ശ്രദ്ധിച്ചത്. ഇന്നോ നിങ്ങൾക്ക് എത്രത്തോളം അറിയാം, എത്രത്തോളം അറിവുണ്ട്, എത്രത്തോളം വചനം അറിയാം, ഇതൊക്കെയാണ് വ്യത്യാസം. മനസ്സിലായോ? നമ്മൾ ആദിമ സഭയിൽ നിന്ന് വളരെ പിന്നോക്കം പോയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ. നമുക്കൊരു മടങ്ങിയ വരവ് ആവശ്യമില്ലേ? ആത്മാർത്ഥമായിട്ട് ഈ കാര്യങ്ങൾ നമുക്കൊന്ന് ചിന്തിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ തുടർന്നും കേൾക്കുവാൻ ദയവായി ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിലൂടെ നമ്മുടെ രക്ഷിതാവും കർത്താവും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവുമായിട്ടുള്ള ദൃഢമായ ബന്ധത്തിൽ വളരുവാൻ അത് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.